അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, കുട്ടിക്കാലത്തിൻ്റെ ഒരു സവിശേഷത എന്തായിരുന്നു? ഓണം വരുന്നു. ഇച്ചിരി കഴിയുമ്പോൾ ചില പൂരം അവധികൾ, പൂജാ ഹോളിഡേയ്സ്, സുഖാതൊക്കെ ചിന്തിക്കുന്നത്. അധികം വൈകാതെ ക്രിസ്മസ്, പിന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മുഴുവൻ പള്ളിപ്പെരുന്നാളുകൾ, അത് കഴിഞ്ഞാൽ പൂരങ്ങൾ, അപ്പോഴേക്കും വരുന്നു ഈസ്റ്റർ, പിന്നെ വലിയൊരു അവധിക്കാലം, മാർച്ചിൻ്റെ പകുതി തൊട്ട് ഏപ്രിൽ മെയ് അവധി, കശുമാങ്ങ, ഞാവൽപ്പഴം, പിന്നെ തുടങ്ങിയിട്ടുള്ള ഒരു ചക്കയെക്കുറിച്ച് പറയണ്ട, അത്രമാത്രം ആനന്ദമുള്ള കാലം. അങ്ങനൊരു വർഷത്തിന് ഇങ്ങനൊരു സന്തോഷ സംഭവങ്ങളുടെ ഒരു സൈക്കിളുണ്ട്. ഒന്നിന് പുറകെ മറ്റൊന്ന് വന്നിങ്ങനെ. ക്രിസ്മസ് അതൊരു ഭയങ്കരമായ ആഴമേറിയ, എത്ര ചവച്ചരച്ചു നുണഞ്ഞ് ഇങ്ങനെ ഇറക്കിയാലും തീരാത്തൊരു മധുരം പോലെയാണ്. അതിങ്ങനെ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ഏവരും ഒരു സ്റ്റാർ ഉയർത്തുന്നു. എൻ്റെയൊക്കെ പരിസരത്ത് നാരായണൻ ചേട്ടൻ്റെ വീട്ടിലാണ് ആദ്യത്തെ സ്റ്റാർ തെളിഞ്ഞത്. ഔസേപ്പേട്ടനും അന്നമ്മ ചേട്ടത്തിയും അപ്പുറത്ത് ഫിലിപ്പ് ചേട്ടനൊക്കെ ഉണ്ട്. പക്ഷേ നാരായണൻ ചേട്ടൻ്റെ വീട്ടുപടിക്കലാണ്, മുറ്റത്താണ് ഒരു സ്റ്റാർ തെളിഞ്ഞത്. ജാതിയില്ല, മതവുമില്ല. ക്രിസ്മസ് ഏവരുടെയും ആനന്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെയൊക്കെ ഇഷ്ട ഓർമ്മകളാണ്. അപ്പം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തരുന്ന ഏറ്റവും ഊറി നിൽക്കുന്ന രസമേതാ? ഏറ്റവും സന്തോഷം തരുന്ന രസമേതാ? രുചി ഏതാ? ക്രിസ്മസിൻ്റെ പലഹാരങ്ങൾ, പിന്നെ മത്സ്യമാംസാദികളുടെ ഭക്ഷണം, ഇതിനൊക്കെ ഉപരി ഈ പ്രകൃതി തന്നെ ശാന്തമായ പ്രഭാതങ്ങൾ, കുളിരുള്ള ഇളങ്കാറ്റുള്ള പ്രഭാതങ്ങൾ, ഇങ്ങനെ ഓരോ ദിനങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴത്തേനും പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഒരുങ്ങിക്കാണും. ഓണക്കാലത്തൊക്കെ ഒരുപാട് ചെടികൾ, ഏറെ വർണ്ണശബളമായ പൂക്കൾ ഇങ്ങനെ വിരിച്ച് നിൽക്കുന്നത് പോലെയാണ് പ്രകൃതി ഇങ്ങനെ ഒരുങ്ങി മനസ്സുകൾ ഒരുങ്ങി, ഹൃദയങ്ങൾ ഒരുങ്ങി. അപ്പോഴത്തേനും പണ്ടത്തെ അത്രയൊന്നും ക്രിസ്മസ് കാർഡുകൾ ഇന്ന് ഇല്ല, വെറൈറ്റികളില്ല, വരുന്നുമില്ല, അയക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം ഇണങ്ങിച്ചേരുന്ന പലവർണ്ണ പൂക്കളുള്ളൊരു മാല പോലെ ക്രിസ്മസ് നമുക്ക് ഒരുപാട് രസങ്ങളുടെ ഓർമ്മകൾ തരുന്നുണ്ട്. അതിലേറ്റവും നമുക്ക് കേന്ദ്രീകൃതമായ ഒരു രസം, കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷകൾ കഴിഞ്ഞൊരു അവധിക്കാലം, മുതിർന്നവർക്കാണെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ കേക്കുകൾ കൊണ്ട്. എനിക്കിതുപോലെ തന്നെ ആദ്യമായി ഒരു കേക്ക് എൻ്റെ ക്രിസ്മസിന് തന്നതും ഒരു ഹൈന്ദവ സുഹൃത്താണ്. എൻ്റെ ജയറാം എന്ന് പറയുന്ന ഫ്രണ്ട് ആണ് എനിക്ക് ആദ്യത്തെ കേക്ക് തന്നത്. അങ്ങനെ ഈ സൗഹൃദങ്ങളുടെ ഒരു പെരുന്നാളാണ്. എല്ലാവരുടെ കയ്യിലൊരു കേക്ക് ബാഗ് ഉണ്ടാവും. അത് കൊണ്ടുപോയി കൊടുക്കുക, അത് ഇഷ്ടമുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. മകളെ വിവാഹം ചെയ്ത് അയച്ച വീട്ടിൽ ആദ്യം നമ്മുടെ ഒരു കേക്ക് ചെല്ലട്ടെ. ഇത് സൗഹൃദങ്ങളുടെ പെരുന്നാളാണ്. ഞാൻ പറഞ്ഞത് കേന്ദ്രീകൃതമായ രസം, സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, സ്നേഹത്തിൻ്റെ ഓർമ്മകൾ. ഈ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു ഓർമ്മ പെരുന്നാളാണ്
ക്രിസ്മസ്. ദൈവം അങ്ങനെയാണ് ചെയ്തത്. സൗഹൃദവും സ്നേഹവും കൃപയും വെളിച്ചവും നഷ്ടപ്പെട്ട ജനതയ്ക്ക് തൻ്റെ മകനെ ഒരു കേക്ക് ബാഗ് കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ ഒരു ബാഗ്, രക്ഷയുടെ ഒരു ബാഗ് മകനെ കൊടുത്ത. യോഹന്നാൻ 3:16 തന്നിൽ വിശ്വസിക്കുന്ന യാതൊരു നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവിധം ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ച ഒരു സൗഹൃദത്തിൻ്റെ രക്ഷാ ബാഗ് ലോക ജനതയ്ക്ക് ദൈവം തന്ന ഓർമ്മ. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഈ ഓർമ്മ പെരുന്നാൾ കാത്തിരുന്ന് ആഘോഷിക്കാൻ, രുചിക്കാൻ, രസിക്കാൻ ഇടയാക്കട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ. ഹാപ്പി ക്രിസ്മസ്.